നമസ്കാരം. അനിലം കേട്ട മൂലനക്ഷത്രങ്ങളെ പറ്റിയാണ്. അനിലം പഠിച്ചു വരാൻ കഴിവുള്ളവരാണ്. ജോലി കൃത്യം പ്രഭാഷണം നടത്തും, മറ്റുള്ളവരെ സഹായിക്കും, നേതൃനിലയിലെത്താൻ കഴിവുള്ളവരാണ്. ഗുണപതിയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ നക്ഷത്രം പറയുന്നത്. നല്ല സൽസ്വഭാവികളും ശാന്ത സ്വഭാവക്കാരുമാണ് ഇവർ. സൽസ്വഭാവികളും ശാന്ത സ്വഭാവക്കാരും ആയതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവർ പറ്റിക്കുവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. എന്തു തന്നെയായാലും വിവാഹം ഇഷ്ടവിവാഹത്തിനാണ് സാധ്യത കൂടുതൽ. ജോലി കിട്ടുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. നിങ്ങൾ സാധാരണ പണം കൊടുക്കും. അത് കൊടുത്ത് ഒരു പരിധിവരെ ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് കളയുന്നവരാണ്. അതായത് പണം ഇടപാട് നിങ്ങളുടെ നക്ഷത്രത്തിനോ കർത്തഭാവിനോ വെള്ളിയാഴ്ചകളിലോ ഒന്നും ചെയ്യാതിരിക്കണം. ശ്രദ്ധിച്ചാണ് അത്തരം റോളിംഗ് ഉള്ളവർ ചെയ്യേണ്ടത്. അല്ലാതുള്ളവർ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ജീവിത പങ്കാളിയോട് അത്യന്തം ബഹുമാനമുള്ളവർ അവരുടെ ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും സ്വന്തം അച്ഛനമ്മമാരെയും സഹായിക്കുന്നവരാണ്. നല്ല കലാപ്രതിഭകൾ കാണും. നല്ല രീതിയിലുള്ള വിനയചാതുര്യം, എഴുത്ത് ചാതുര്യം ഒക്കെ ഉള്ളവരാണ്. എന്തു തന്നെയായാലും ഈ വർഷം ഗംഭീരമാണ്. പ്രഭാഷണങ്ങൾ നടത്താൻ കഴിയുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതൊക്കെ നടത്തി ജനശ്രദ്ധ പിടിക്കുന്നത് നാട്ടിനും വീട്ടിനും നിങ്ങൾക്കും വ്യക്തിത്വ ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് എവിടെ ചെന്നാലും സീറ്റുള്ളവരാണ്. മാതൃകാപരമായ കുടുംബജീവിതം നയിക്കും. നന്മയുണ്ടാകും. അടുത്തത് തൃക്കേട്ട ഏത് തരത്തിൽ നോക്കിയാലും ജോലിയുള്ളവരായാലും അല്ലാതുള്ളവരായാലും ഇപ്പോൾ അവർക്ക് പരീക്ഷണഘട്ടമാണ്. വ്യാഴൻ്റെ സഹായ സഹകരണങ്ങളോട് മാത്രം നമ്മൾ രക്ഷപ്പെടുന്നു. പരീക്ഷണഘട്ടം എന്ന് പറയുമ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ, സസ്പെൻഷൻ, ലീവെടുത്ത് പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവായി ചില കാര്യങ്ങൾ അതിലുണ്ട്. 7, 8, 9 ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ്. ഇവിടെ 4 നിൽക്കുന്ന രാഹു ചില്ലറ വർത്തമാനങ്ങളും വഴക്കുകളും ഉണ്ടാകും. അത് തൊഴിലിടങ്ങളിലായാലും ഉണ്ടാകും. രാഹു പൂജ ചെയ്യുക, രാഹു നാഗരൂട്ട് ചെയ്യുക, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. ഏതോ 10ലാണ്. അത് ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. നിങ്ങളെ തകർക്കുന്നവരല്ല. 5ൽ നിൽക്കുന്ന ശനി പോലെ നിങ്ങൾക്ക് സന്താനങ്ങളുമായുള്ള സ്ഥിരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനം അത്ര കണ്ട് ഗുണകരമല്ല. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ലായിരിക്കാം. വസ്തു ഡിവൈഡ് ചെയ്യുക, പണ ഇടപാടുകൾ ചെയ്യുക, ഇതൊക്കെ ഉള്ള സഹോദരങ്ങൾ വലിയ പ്രശ്നങ്ങളിലാണ്. മക്കളായാലും അങ്ങനെയാണ്. അപ്പോൾ കുടുംബജീവിതം നന്നായിരിക്കും. നിങ്ങൾ അത്യന്തം എടുത്തിയാട്ടക്കാരാണെന്നൊരു പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അധ്യാപകവൃത്തി നിങ്ങൾക്ക് നല്ലതാണ്. ഫാക്ടറി ജോലി നല്ലതാണ്. മന്ത്രിമാരുടെ PA, അവരുടെ അസിസ്റ്റന്റുമാരാവുക, അവരുടെ ഓഫീസ് ജോലി ചെയ്യുക, ഇതൊക്കെ വളരെ നന്നായിരിക്കും. ഇത്തരം ഉയർച്ചയ്ക്കുള്ള കാരണം ഉണ്ട്. അടുത്തത് ധനുക്കൂറിലുള്ള മൂലം നക്ഷത്രമാണ്. ഇവരെ തീർച്ചയായും ഹനുമാനുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എത്ര കാലം താമസം എടുത്താലും നിങ്ങൾ നടത്തിയെടുക്കുവാൻ കഴിവുള്ളവരാണ്. നിങ്ങൾക്ക് ഏറിയ പങ്കും ആൺമക്കളുണ്ടാകാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഭർത്താവിനും വരുമാനമുള്ള ആളായിരിക്കും. അത് സർക്കാർ തന്നെ ആകണമെന്നില്ല. ഏത് തരത്തിലും ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നവരാണ്. 8ലാണ് വ്യാഴം, 9ലാണ് രാഹു. സഹോദരങ്ങളുമായി അത്ര കണ്ട് നല്ല ഇടപാടുകളായിരിക്കുകയില്ല. എന്നാൽ കഠിനമായ ശത്രുസ്ഥാനത്തുമാക്കാൻ സാധ്യതയില്ല. അവർക്ക് ഉയർച്ചയുണ്ട്. നിങ്ങളുടെ ഉയർച്ചയിൽ അവർക്ക് ഇപ്പോൾ അസൂയ ഉള്ള സമയമാണ്. അത് ശ്രദ്ധിക്കണം. അത് ആലോചിച്ച് പെരുമാറിയാൽ മതി. നിങ്ങൾക്ക് പ്രൊമോഷൻ സമയമാണ്. ജീവിതം പങ്കാളിക്കും, വരുമാനം വർദ്ധിക്കും. ഒരാൾ വിദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഏത് തരത്തിലായാലും നല്ല കുടുംബവും ചെറുമക്കളും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. പഠിക്കുന്നവർക്ക് ഡിഗ്രി, ജോലി, CA മുതലായ ഡിഗ്രികളിൽ ശോഭിക്കുന്നവർ ചെറുമക്കളായിരിക്കാം. എന്തു തന്നെയായാലും മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ചില പ്രഭാഷണങ്ങൾ നടത്താൻ കഴിയും നിങ്ങൾക്ക്. അപ്രകാരം വർഷം വളരെ നല്ല അനുഭവങ്ങളാണ് കാണുന്നത്. രോഗം വരാൻ സാധ്യതയുണ്ട്. പലതരം രോഗമുണ്ട്.